ഹലോ, ഗുഡ് ഈവനിങ്. കാറ്റഗറി 3 അറബിക്കിന്റെ ജനറൽ ആയിട്ട് വരുന്ന മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കൂടുതൽ ആമുഖമൊന്നും പറയാതെ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം 5 ചോദ്യങ്ങളാണ്. അത് ആ, തന്നിട്ടുള്ള ഒരു ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ഗദ്യം ഒന്ന് വായിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉഗ്രങ്ങളായ ആഘാതങ്ങൾ ഏൽക്കാറുണ്ട്. അവ നമ്മെ സമൂലം നശിപ്പിക്കുകയോ നമ്മുടെ ബാഹ്യ പ്രവർത്തനങ്ങളുടെ ചാല് മാറ്റി കീറുകയോ ചെയ്തേക്കാം. എങ്കിലും അതൊരു വ്യക്തിയുടെ കാര്യം മാത്രമായി, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ വൃത്തത്തിലുള്ള കുറെ മനുഷ്യരുടെ കാര്യം മാത്രമായി അവസാനിക്കുന്നു. ഒരു കവിയെക്കുറിച്ചാകുമ്പോൾ അയാളുടെ ആത്മാവിൽ ഏൽക്കുന്ന ഒരടി പുതിയൊരു തത്വചിന്തകനെയോ ഹാസ്യകാരനെയോ സാഹിത്യത്തിന് സമ്മാനിച്ചു എന്ന് വരാം. തന്റെ ജീവിതേശ്വരയുടെ നഷ്ടം നാലപ്പാടിനെ തത്വചിന്തകനാക്കി മാറ്റിയല്ലോ. അതേ ദുസ്സഹ ദുഃഖം എം.ആർ. നായരെ സഞ്ജയനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. കവിയുടെ വൈകാരിക മണ്ഡലത്തിന്റെ നടപ്പനുസരിച്ച് ഈ പരിവർത്തനം വ്യത്യസ്തമായിരിക്കും. താരതമ്യേന മൃദുലവും ദുർബലവുമായ ഹൃദയത്തോടു കൂടിയ കവി വികാര സന്തുലനത്തിനോ എന്ന് തോന്നുമാറ് വിഷാദമൂകതയിലും പൊട്ടിച്ചിരിച്ചു കളയുന്നു. തത്വചിന്തയ്ക്ക് കുറെ കൂടി വികാര നിഷേധം ആവശ്യമത്രേ. വൈലോപ്പിള്ളി ഒരു തത്വചിന്തകന്റെയും ഹാസ്യകാരന്റെയും ഇടയ്ക്ക് നിൽക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗദ്യഭാഗം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. പൊതുവെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്യുന്ന സമയത്ത് താരതമ്യേന എളുപ്പമായിട്ടുള്ള മുന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുള്ളതായിട്ടാണ് തോന്നിയത്. അത് ഈ ഗദ്യഭാഗത്തിൽ നമുക്ക് കാണാം. അത്യാവശ്യത്തിന് എളുപ്പമുള്ള ഒരു ഗദ്യഭാഗം തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ എന്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കവി പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പൊ അത് ഗദ്യത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കവിയുടെ വൈകാരിക മണ്ഡലത്തിന്റെ നടപ്പനുസരിച്ച് ഈ പരിവർത്തനം വ്യത്യസ്തമായിരിക്കും. താരതമ്യേന മൃദുലവും ദുർബലവുമായ ഹൃദയത്തോടു കൂടിയ കവി വികാര സന്തുലനത്തിനോ എന്ന് തോന്നുമാറ് വിഷാദമൂകതയിലും പൊട്ടിച്ചിരിച്ചു കളയുന്നു. അപ്പൊ കവി പൊട്ടിച്ചിരിക്കുന്നത് വിഷാദമൂകത കൊണ്ട് എന്നുള്ളത് ലേഖകൻ പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തത്, സാഹിത്യത്തിന് ഹാസ്യകാരനെ ലഭിക്കുന്നത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ ഉഗ്രങ്ങളായ ആഘാതങ്ങൾ ഏൽക്കുമ്പോൾ, കവിയുടെ ആത്മാവിൽ അടിയേൽക്കുമ്പോൾ, ജീവിതേശ്വരിയെ നഷ്ടപ്പെടുമ്പോൾ, കവിയുടെ വൈകാരിക മണ്ഡലം മൃദുലമാവുമ്പോൾ. ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ ജീവിതത്തിൽ ഉഗ്രങ്ങളായിട്ടുള്ള ആഘാതങ്ങൾ ഏൽക്കുമ്പോഴാണ് ഹാസ്യകാരന് അല്ലെങ്കിൽ സാഹിത്യത്തിന് ഹാസ്യകാരന് ലഭിക്കുന്നത്. അപ്പൊ അതും കൃത്യമായിട്ട് ആ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, വൈലോപ്പിള്ളിക്ക് ലേഖകൻ എവിടെയാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്? തത്വചിന്തകരുടെ കൂട്ടത്തിൽ, ഹാസ്യകാരന്മാരുടെ കൂട്ടത്തിൽ, തത്വചിന്തകന്റെയും ഹാസ്യകാരന്റെയും അപ്പുറത്ത്, തത്വചിന്തകന്റെയും ഹാസ്യകാരന്റെയും ഇടയിൽ. അപ്പൊ അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്ത് പറയുന്നുണ്ട് വൈലോപ്പിള്ളി ഒരു തത്വചിന്തകന്റെയും ഹാസ്യകാരന്റെയും ഇടയ്ക്ക് നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സഞ്ജയൻ എന്ന സാഹിത്യകാരനെ സൃഷ്ടിച്ച ജീവിതാനുഭവം എന്തായിരുന്നു? അപ്പൊ സഞ്ജയനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് തൊട്ടു മുമ്പായിട്ട് തന്റെ ജീവിതേശ്വരിയുടെ നഷ്ടം നാലപ്പാടിനെ തത്വചിന്തകനാക്കി മാറ്റിയല്ലോ. അതേ ദുസ്സഹ ദുഃഖം എം.ആർ. നായരെ സഞ്ജയനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ അതേ ദുസ്സഹ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇവിടെ സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിട്ട് വരുന്ന ജീവിതേശ്വരിയുടെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്തു മാറ്റമാണ് അവരിൽ സൃഷ്ടിക്കാൻ ഇടയുള്ളത്? വിഷാദമൂകതയിലും പൊട്ടിച്ചിരിച്ചു കളയുന്നു, തത്വചിന്തകരായി മാറുന്നു, അവരുടെ നാശത്തിന് വഴിതെളിക്കാൻ ഇടയുണ്ട്, ഹാസ്യകാരനെ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, കവികളായിട്ടുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആഘാതങ്ങൾ വരുന്ന സമയത്ത് അത് അവരെ ദാർശനികമായി ഉയർത്തുകയാണെങ്കിൽ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് നാശത്തിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ലേഖനത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഗദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി പദ്യഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. മരണം കനിഞ്ഞോതി സർവവും വെടിഞ്ഞു നീ വരണം, സമയമായി വിളക്ക് കെടുത്താം ഞാൻ, പഴുതാം മണ്ണിൻ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് നിഴലായി പോയിൻ കൂടെ നീണ്ട പാതയിലൂടെ, എങ്കിലും എടുത്തേൻ ഞാൻ ഗൂഢമെൻ കഞ്ഞിക്കാതൽ പെൺകുടിയാൽ തൻ കൊച്ചു മധുര സ്മൃതി മാത്രം, വെറ്റിലത്തരി പോലെ ഞാൻ അത് നുണയവേ ചുറ്റിലും മഞ്ഞത്തൊരു മാമ്പൂവിൻ മണം ചിന്നി, എൻ ഗതി അനുഭൂതി ലാലസാല സമായോ, എന്തിത് ചതിച്ചോ നീ പിന്തിരിഞ്ഞോടി മൃത്യു, നിൻ കവിൾ തുടുക്കുന്നു നീ ജീവിച്ചിരിക്കുന്നു, നിൻ കരൾ മിടിക്കുന്നു നീ ജീവിച്ചിരിക്കുന്നു, അറിയപ്പെട്ടിയിൽ എന്റെ രഹസ്യം, പക്ഷെ വീണ്ടും എറിയപ്പെട്ടേൻ പാരിൽ ഏകാന്ത ജന്മം നീട്ടാൻ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പദ്യഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. മൃത്യുവിനെ അമ്പരിപ്പിച്ചത് എന്ത്?
മൃത്യു ഇവിടെ അമ്പരക്കാനുള്ള കാരണം എന്താണെന്നുള്ള കൃത്യമായിട്ട് എന്തിതോ ചതിച്ചോ നീ പിന്തിരിഞ്ഞോടി മൃത്യു. കാരണം എന്താണ്, ആ സമയത്ത് എന്താ സംഭവം, നീ കവിൾ തുടുക്കുന്നു, നീ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ജീവന്റെ തുടുപ്പ് എന്ന് പറയുന്നത് കവിൾ തുടുക്കുന്നുണ്ട്, കരൾ മിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ജീവൻ കിട്ടി എന്നുള്ളതാണ് മൃത്യുവിനെ ഭയന്നോടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ് മൃത്യുവിനെ അമ്പരിപ്പിച്ചത്. ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വെറ്റില തരി പോലെ നുണഞ്ഞത് എന്ത്? പെൺകൊടിയാളെ, ആദ്യ പ്രണയത്തിന്റെ ഓർമ്മയെ, മാമ്പൂവിന്റെ മണം, ഇഹലോകത്തെ ബന്ധങ്ങളെ. അപ്പൊ അതും കവിതയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും എടുത്തേൻ ഞാൻ ഗൂഢമെൻ കന്നിക്കാതൽ പെൺകൊടിയാൽ തൻ കൊച്ചു മധുര സ്മൃതി മാത്രം, വെറ്റില തരി പോലെ ഞാനത് നുണയവേ. അപ്പൊ പെൺകൊടിയാളെ എടുത്ത് എന്നല്ല പറയുന്നത്, ആ പെൺകൊടിയാളാവുന്ന അവൾ എന്ന് പറയുന്നതിന്റെ കന്നിക്കാതൽ, ആദ്യ പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യ പ്രണയത്തിന്റെ ഓർമ്മ മാത്രമാണ്, ആ ഓർമ്മയാണ് വെറ്റില തരി പോലെ നുണയുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇഹലോകത്തെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്? മാധുര്യമുള്ളത്, പഴുതായത്, നിഴൽ പോലെയുള്ളത്, ഗൂഢമായത്. അപ്പൊ ഇതിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട് പാഴായത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പഴുതാം മണ്ണിൻ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ഇതാണ് ഇഹലോകത്തെ കുറിച്ചുള്ള സൂചന. മണ്ണെന്ന് പറയുന്നത് ഇഹലോകത്തെ കുറിച്ചുള്ള സൂചനയാണ്. അപ്പൊ ആ മണ്ണിനെ വിശേഷിപ്പിക്കുന്നത് പഴുതായത് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കവിത നൽകുന്ന സന്ദേശം എന്താ? അപ്പൊ ഈ ഒരു കവിതയ്ക്കകത്ത് മൊത്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത്? ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇതിൽ 4 ഓപ്ഷനും ഒരു പരിധി വരെ ഒരു കവിതയോട് യോജിച്ചു. ജീവിതം നശ്വരമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, മരണം കനിവുള്ളതാണ് എന്ന് പറയുന്നുണ്ട്, പാരലി ജന്മം ഏകാന്തമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, പ്രണയം മനുഷ്യനെ അനശ്വരനാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ അർത്ഥം ഒരിക്കലും മരണത്തിൽ നിന്നും തിരിച്ച ആള് ശരിയായ ജീവിതത്തിലേക്ക് വന്നു എന്നല്ല, ആ പ്രണയത്തിലൂടെ അനശ്വരമായി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോന്നുന്നതിൽ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ ഈ 4 ഓപ്ഷനിൽ ഓപ്ഷൻ ഡി എന്നുള്ളതാണ്, പ്രണയം മനുഷ്യനെ അനശ്വരനാക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, വിളക്ക് കെടുത്തുക എന്നതുകൊണ്ട് കവിതയിൽ അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇരുൾ പരത്തുക, ദുഃഖം പകരുക, മരണം വരിക്കുക, വെളിച്ചമില്ലാതാക്കുക. അപ്പൊ ഇതിനകത്ത് മരണം വരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിളക്ക് കെടുത്തുക എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ ഗദ്യഭാഗവും പദ്യഭാഗവും വായിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 51ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വചനപ്രത്യയത്തിന് വ്യത്യസ്ത ധർമ്മം നൽകുന്ന പദം ഏത്? വചനപ്രത്യയം അർ എന്നുള്ള പ്രത്യയമാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മം നമുക്കറിയാം. അർ എന്ന് പറയുന്ന ബഹുവചനം നമ്മൾ ഒന്നിലധികം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള 4 ഓപ്ഷനിൽ വൈദ്യർ, ഗുരുക്കന്മാർ, വ്യത്യസ്തർ, ചണ്ടക്കാർ. അപ്പൊ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുണ്ട്, വ്യത്യസ്തർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുണ്ട്, ചണ്ടക്കാർ എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം പേരുണ്ട്. പക്ഷെ വൈദ്യർ എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം പേരില്ല, അത് ഒരാളെ തന്നെയാണ് കുറിക്കുന്നത്. അയാളോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് നമ്മൾ അർ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനം എന്നതാണ് ഇതിനകത്ത് വരുന്നത്. ഇത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, കൂനിന്മേൽ കുരു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? കൂർമ്മബുദ്ധി, കുതന്ത്രം, ആപത്തിനു മേൽ ആപത്ത്, കൂനും കുരുവും. അപ്പൊ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു ശൈലി തന്നെയാണ് കൂനിന്മേൽ കുരു വന്നതുപോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരാപത്ത് വന്ന് അതിന്റെ മേലെ വീണ്ടും ഒരു ആപത്ത് വരികയാണെങ്കിൽ നമ്മൾ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ആയിട്ടുള്ള പദം ഏത്? അപ്പൊ ആദേശസന്ധി എന്താന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു വർണ്ണത്തിന് പകരം മറ്റൊന്ന് വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കണ്ടു എന്നുള്ള പദമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് പിരിച്ചെഴുതാൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺ പ്ലസ് തു എന്നുള്ളതാണ്. അപ്പൊ കൺ പ്ലസ് തു ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും താ എന്ന് പറയുന്ന അല്ലെങ്കിൽ ത് എന്ന് പറയുന്ന വർണ്ണം അതിനകത്ത് എവിടെ എന്നുള്ളത്. അപ്പൊ ആ ത് എന്ന് പറയുന്ന വർണ്ണം അവിടെ നിന്ന് പോയിട്ടാണ് ട് എന്ന് പറയുന്ന വർണ്ണം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, അലിംഗ ബഹുവചനം ഏത്? അലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗത്തെ സൂചിപ്പിക്കാത്തത്. ഇപ്പൊ നമ്മൾ 4 ഓപ്ഷൻസും വായിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ, അധ്യാപികമാർ, വിദ്യാർത്ഥിനികൾ, അധ്യാപകന്മാർ. അപ്പൊ ഇതിനകത്ത് എന്താണ്? അധ്യാപികമാർ എന്ന് പറയുന്ന സമയത്ത് അത് സ്ത്രീലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്ന സമയത്ത് അതും സ്ത്രീലിംഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അധ്യാപകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിംഗമാണ്. അപ്പൊ അലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം ഒന്നും പ്രത്യേകിച്ചില്ല. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത്
പെൺകുട്ടികളും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൺകുട്ടികളും വരുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അപ്പൊ പ്രത്യേകിച്ച് ഒരു ലിംഗത്തെ സൂചിപ്പിക്കുന്നില്ല, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്, അതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, സൂനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അപ്പൊ സൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി, സോറി, പൂവ് എന്നുള്ളതാണ് അർത്ഥം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാലക്ഷേപം നടത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉപജീവനം നിർവഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, മരുമക്കത്തായം എന്നാൽ എന്ത്? മരുമക്കത്തായം നമ്മൾ ആദ്യകാലത്ത് പിന്തുടർന്നതാണ്. നമ്മുടെ ഒരു പാരമ്പര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് കേരളീയ പാരമ്പര്യത്തിലൊക്കെ മരുമക്കത്തായം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. അപ്പൊ അത് ഇന്ന് കാണുന്ന രീതിയിലുള്ള പിതൃദായ ക്രമമല്ല, മറിച്ച് മാതൃദായ ക്രമത്തെയാണ്. അപ്പൊ മാതൃദായ ക്രമം എന്നാണ് മരുമക്കത്തായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, ഖഗം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? നഖം, വനം, പക്ഷി, മൃഗം. അപ്പൊ ഖഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷിയാണ്. ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിനകത്തൊക്കെ ഈ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, കണ്ണിലുണ്ണി എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പ്രിയപ്പെട്ട ആൾ, കൺമുന്നിലെ വ്യക്തി, കണി കാണാൻ കൊള്ളാത്ത ആൾ, കണ്ണിൽ കരടായത്. അപ്പൊ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ആൾ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏതാ? നമ്മൾ സാധാരണ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള സെന്റൻസ് ഒക്കെ ഒരുപാട് വലുതാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഞാൻ 4 മരങ്ങൾ നട്ടു. ബി, അവൻ 7 മരം നട്ടു. സി, പശുക്കൾ വെള്ളങ്ങൾ കുടിച്ചു. ഡി, കുട്ടി വെള്ളത്തെ കുടിച്ചു. ഇതിൽ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ പ്രശ്നം എന്നുള്ളത്. ഇപ്പൊ ആദ്യത്തേലാണെങ്കിൽ ഞാൻ 4 മരങ്ങൾ നട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ 4 എന്ന് പറയുന്ന സമയത്ത് തന്നെ അതൊരു പ്ലൂറൽ ആണ്, അല്ലെ, ബഹുവചനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 മരം നട്ടു എന്നാണ് പറയേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അവൻ 7 മരം നട്ടു. അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. വെള്ളങ്ങൾ കുടിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല, വെള്ളത്തെ കുടിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമാണ് അതിന്റെ ബാക്കിയുള്ള ഓപ്ഷനിൽ തെറ്റായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. അടുത്തത്, പൂമാത് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? പൂവിന്റെ മാതാവ്, പൂവിൽ കുടികൊള്ളുന്നവൾ, മാതാവായ പൂവ്, പൂവ് പോലുള്ള മാതാവ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ ആളുകളും പൂ പോലുള്ള മാതാവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് എത്തുന്നത്. പൂമാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് നമ്മൾ കുറിക്കുന്നത്. അപ്പൊ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് പൂവിൽ കുടികൊള്ളുന്നവളാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ക്രിയാപദങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന വാക്യം ഏത്? അവൻ വീട്ടിൽ പോയിരുന്നു. അവൻ കസേരയിലിരുന്നു. അവൻ ശാസ്ത്രം പഠിച്ചിരുന്നു. അവൻ കൂട്ടുകാരെ കണ്ടിരുന്നു. അപ്പൊ ഇതിനകത്ത് ബാക്കി ഇപ്പൊ ഞാൻ ഉത്തരം ഞാനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അവൻ കസേരയിൽ ഇരുന്നു എന്ന് പറയുന്ന പ്രസന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെ, ഇപ്പൊ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇരുന്നു, ഇപ്പൊ ഇരുന്നത് പ്രസന്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവൻ വീട്ടിൽ പോയിരുന്നു, അവൻ ശാസ്ത്രം പഠിച്ചിരുന്നു, അവൻ കൂട്ടുകാരെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നതാണ് വ്യത്യസ്തത പുലർത്തുന്ന ക്രിയാപദങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതല്ലാതെ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും, കാരണം ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇതൊന്നും അറിയില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ ആളുകൾ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്തത്, ഭൂമി എന്നർത്ഥം വരാത്ത പദം ഏത്? ധാമം, ധരിത്രി, ധാത്രി, ഇള. അപ്പൊ ധരിത്രി, ധാത്രി, ഇള എന്നൊക്കെ പറയുന്നത് ഭൂമിയുടെ തന്നെ പര്യായമാണ്. ധാമം എന്ന് പറഞ്ഞ ഇരിപ്പിടം എന്നാണ്, ഭൂമി എന്നുള്ള ഒരു അർത്ഥം വരുന്നില്ല അതിനകത്ത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ല് ധ്വനിപ്പിക്കുന്നത് എന്ത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ, അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ എത്താവുന്നതേ ഉള്ളൂ. എളിയവർക്കും അവരുടേതായ സംഭാവന ചെയ്യാനാവും. തനിക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുമ്പോൾ ആപത്ത് വരുത്തും. വാത്സല്യമുള്ളവർ ചെയ്യുന്നതെല്ലാം നല്ലത്. എളിയവർക്ക് ആവുന്ന സഹായം നൽകണം. അപ്പൊ ഇതിനകത്ത് അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് ആവുന്നത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എളിയവർ, അണ്ണാറക്കണ്ണൻ എന്ന് പറയുന്ന എളിയവർ എന്നുള്ള ഒരു സൂചകത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എളിയവർക്കും അവരുടേതായിട്ടുള്ള സംഭാവന ചെയ്യാനാവും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത് എന്നുള്ളതാണ്. വിഡ്ഢി, ഒക്കെ വിഡ്ഢി തന്നെയാണ്. അപ്പൊ ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള വിഡ്ഢി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? അങ്ങാടിയിൽ ആടിന് സ്ഥാനമില്ല, കച്ചവടം കപടതകൾ നിറഞ്ഞതാണ്, ഇത്തിരിവട്ടത്ത് കഴിയുന്നവർക്ക് ചുറ്റുപാടും നടക്കുന്നത് മനസ്സിലാവില്ല, ആനയാണ് അങ്ങാടിയിലും കേമൻ. അപ്പൊ ഇതിൽ മാർക്ക് ചെയ്തതിൽ ഒരു പ്രശ്നമുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇത്തിരി വട്ടത്ത് കഴിയുന്നവർക്ക് ചുറ്റുപാട് നടക്കുന്നത് മനസ്സിലാവില്ല എന്നതാണ് ഈ ഒരു പഴഞ്ചൊല്ലിന്റെ ആശയം എന്ന് പറയുന്നത്. ജീവ, ശവ എന്നിവ ചേർന്ന ശരിയായ പദം നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത സമയം ജീവച്ഛവം എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്,
ഔപചാരിക കത്തുകളിൽ സന്ദേശം അയക്കുന്ന ആളെ സൂചിപ്പിക്കാൻ ചേർക്കേണ്ട മലയാള പദം ഏത്? പ്രേക്ഷകൻ, പ്രേക്ഷകൻ, പ്രേക്ഷൻ, പ്രേഷിതൻ, പ്രേക്ഷിതൻ. അപ്പൊ അതിൽ പ്രേക്ഷകൻ എന്നുള്ളതാണ്. നമ്മൾ നിവേദനമൊക്കെ അയക്കുന്ന സമയത്ത് പ്രേക്ഷകൻ, സ്വീകർത്താവ് എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തീറ്റ, ഭ്രാന്ത് എന്നിവ ചേർന്ന് ശരിയായ പദം ഏത്? തീറ്റ, ഭ്രാന്ത് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ലിഖിത രൂപവും ഉച്ചാരണവും വ്യത്യസ്തമാകാത്ത പദം ഏത്? അല്ല, വ്യത്യസ്തമാകാത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ജനം, രവി, ഫലം, ഗജം. ഓക്കെ, 70ാമത്തെ ചോദ്യം, ലിഖിത രൂപവും ഉച്ചാരണവും വ്യത്യസ്തമാകാത്ത പദം ഏത്? ജനം, രവി, ഫലം, ഗജം. അപ്പൊ അതിനകത്ത് രവി എന്നുള്ളതാണ് വ്യത്യസ്തമാകാത്ത പദം, ബാക്കിയൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതോടെ ഒന്ന് ക്ലിയർ ആക്കുക. ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തതിൽ ഒരു പ്രശ്നം പറ്റിയതാണ്. അപ്പൊ നമ്മൾ 30 ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. മൊത്തത്തിലുള്ള നിലവാരം എന്ന് പറയുന്നത് അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല. എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യ പേപ്പറിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 30 ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. താങ്ക് യു.